മലബാറുകാരുടെ പാൽ വാഴയ്ക്ക ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആദ്യം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്താൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെക്കാം. ഇതൊന്ന് കുതിരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് അധിക സമയമൊന്നും വെക്കണ്ട, ഒരു 20-25 മിനിറ്റ് വെച്ചാൽ മതി. ഇത് എന്തിനാ വെള്ളത്തിലിട്ട് വെക്കണ വെച്ചാൽ കുതിർന്ന വേഗം നമുക്ക് വെന്ത് കിട്ടും, അതുകൊണ്ടാണ്. ഇനി നമുക്കൊരു 3 നേന്ത്രപ്പഴം എടുക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇതാ ഇതേപോലെ അരിഞ്ഞെടുക്കുക. വല്ലാണ്ട് പഴുത്ത പഴം എടുക്കരുത്, എന്നാൽ പഴുക്കവും ചെയ്യണം. പഴുത്ത് കുഴയാത്ത പഴം വേണം എടുക്കാൻ. ഇനി നമുക്ക് ഈ വാഴയ്ക്ക ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്കിനി ഇതിൽ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരം ബട്ടർ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതാ ഈ അണ്ടിപ്പരിപ്പൊന്ന് ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേഗട്ടെ അണ്ടിപ്പരിപ്പ്. ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി ആ നെയ്യിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനെ നമുക്കിനി ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ ഈ പഴം വാട്ടുമ്പോൾ വല്ലാതെ പഴം വേവരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മളെ പഴം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുതിർത്താൻ വെച്ച ചവ്വരി ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ചവ്വരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ വേവ് എങ്ങനെ അറിയാമെന്ന് വെച്ചാലേ ഈ വെള്ള കളറൊക്കെ പോയിട്ട് ഒരു ഗ്ലാസ് പോലത്തെ ഒരു കളർ വരും, നല്ല ക്ലിയറായിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെന്തെന്നറിയാം. ഞാൻ കാണിച്ചു തരാം. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. നമ്മുടെ സാബൂനരി വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്, വെള്ള കളറ്. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. സാബൂനരി വേവിച്ച് വെച്ച് പഴം വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ വാഴയ്ക്ക ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് നല്ല കട്ടിയുള്ള 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. കട്ടിയുള്ള പാൽ വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ ഒഴിക്കുന്നത്. വെള്ളം ചേർക്കാതെ ഒഴിക്കുകയാണെങ്കിൽ പാൽ വാഴയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ. ഈ പാലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ലെവലിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മധുരത്തിനനുസരിച്ച് വേണ്ടവർക്ക് അധികം ഇടാം, കുറച്ചും ഇടാം. പഞ്ചസാര ഒന്ന് ഇളകി വരട്ടെ. ഇപ്പം നമ്മുടെ പാലൊന്ന് തിളച്ചെന്നിട്ടുണ്ട്. നമ്മൾ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു 3 മിനിറ്റ് വരെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പാലും പഴമും നല്ല തിളച്ച് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ച സാബൂനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സാബൂനരി ഇട്ടാൽ ഒന്ന് കുറുകി വരും. കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ സാബൂനരി അടി പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നോൺ സ്റ്റിക്കർ പാത്രത്തിലാണെങ്കിൽ അടി പിടിക്കൽ കുറവായിരിക്കും. ഇത് നമ്മുടെ സാധാ പാത്രമല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ പാൽ വാഴയ്ക്ക കുറുകി ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് കുറുക്കിയിട്ട് ഇറക്കി വെക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ പാൽ വാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഞാനിപ്പോൾ ഇത് 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പൊക്കെ ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് പഴം മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതിലും കൂടി അതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പാൽ വാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൽ വാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഒരു പണിയില്ല. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യും കൂടി ചെയ്യണേ.